ചൂരൽമല ഒരു ദുരന്തത്തെ അഭിമുഖീകരിച്ചതിന് ശേഷമാണ് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. നേരത്തെ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് പറഞ്ഞതുപോലെ ഇതാ ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സിന്റെ ബോക്സിൽ നിന്ന് നമ്മൾ നേരെ അലിയിലേക്ക് പോകുന്നു. അലി, ഇപ്പോൾ ഒരു മാനസികാവസ്ഥ എന്നത് പ്രധാനമാണ്. ഒരു പോളിംഗ് ബൂത്തിലേക്ക് പോയി നിന്ന് വോട്ട് ചെയ്യേണ്ട ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഒരു ദുരന്തത്തിന് ശേഷമാണ്. അവർ 2024 വോട്ട് ചെയ്തതിന് ശേഷം വന്ന ഒരു ദുരന്തമാണ്. അത് അവരുടെ മനസ്സുകളെ പിടിച്ചുലച്ചിട്ടുണ്ട്. ചൂരൽമലയിലെ പോളിംഗ് ബൂത്തിന്റെ ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണ്? സുജിയ, ഞാനിപ്പോൾ നിൽക്കുന്നത് ചൂരൽമലയിലെ പോളിംഗ് ബൂത്തിലാണ്. ഇവിടെ 2 ബൂത്തുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. ഒന്ന് ചൂരൽമലയ്ക്ക് വേണ്ടി 167 നമ്പർ ബൂത്തും തൊട്ടപ്പുറത്ത് 169 നമ്പർ ബൂത്ത് അട്ടമലയ്ക്ക് വേണ്ടിയും. സുജയ പറഞ്ഞതുപോലെ വലിയൊരു ദുരന്തത്തെ, സമാനതകളില്ലാത്തൊരു ദുരന്തത്തെ അതിജീവിച്ച മനുഷ്യരാണ് ഇവിടേക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി എത്തുന്നത്. ഈ പറഞ്ഞതുപോലെ നമ്മൾ ഓരോ പോളിംഗ് ബൂത്തിലെയും കണക്കുകൾ എടുക്കുമ്പോൾ ആകെ വോട്ടർമാർ എത്ര എന്നൊരു കണക്കെടുക്കും. പക്ഷേ ചൂരൽമലയിലെ കണക്കെടുക്കുമ്പോൾ അതിൽ ഒരു കോളം കൂടി അധികമുണ്ട്, അത് മരണമാണ്. ചൂരൽമലയിൽ 169 നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്യാൻ എത്തേണ്ടിയിരുന്നത് 1244 പേരായിരുന്നു. പക്ഷേ 58 പേർ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ബാക്കിയുള്ള 71 പേരുടെ കണക്കാണ് നിലവിൽ ഇവിടെയുള്ളത്. അതിൽ തന്നെ കാണാതായ മനുഷ്യരുടെ പേരുകളും ഉൾപ്പെട്ടിട്ടുണ്ട്. അട്ടമലയുടെ 167 നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്യാൻ എത്തേണ്ടിയിരുന്നത് 1046 വോട്ടർമാരായിരുന്നു. പക്ഷെ അതിൽ 22 പേർ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അത്തരത്തിൽ വളരെ ദയനീയമായ ഒരു ദുരന്തത്തെ അതിജീവിച്ച മനുഷ്യർ ഈ പോളിംഗിന് വേണ്ടി എത്തുമ്പോൾ നേരത്തെ നവ്യ ഹരിദാസ് പറഞ്ഞതുപോലെ അതിൽ എത്ര പേർ ഒരു തിരഞ്ഞെടുപ്പിനെ, ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ മാനസികമായി സജ്ജമായിട്ടുണ്ട് എന്നത് ഒരു വലിയ ചോദ്യമാണ്. ഈ പ്രദേശത്തേക്ക് പല ഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് ചൂരൽമലയിലും മുണ്ടക്കയിലെയും ദുരന്തത്തിന് ശേഷം അവിടെ ജീവിച്ചിരുന്ന ആളുകൾ വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലവിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. അവർക്ക് എല്ലാവർക്കും ട്രാൻസ്പോർട്ടേഷൻ ഒരു വലിയ വിഷയമാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി വോട്ട് വണ്ടി സജ്ജമാക്കിയിട്ടുണ്ട്. KSRTC ബസ്സുകളാണ് വോട്ട് വണ്ടികളായി ഓടുന്നത്. ഈ വോട്ട് വണ്ടികളിലാണ് ഈ ദുരന്തബാധിതരായ മനുഷ്യർ പോളിംഗ് ബൂത്തുകളിലേക്ക് വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുന്നത്. നേരത്തെ നമ്മളോട് സംസാരിച്ചപ്പോൾ ഒരു വോട്ടർ പറഞ്ഞത്, മരിച്ചുപോയി മനുഷ്യരൊക്കെ, വോട്ട് ചെയ്യേണ്ടവരൊക്കെ മരിച്ചുപോയി, അതുകൊണ്ട് തന്നെ പോളിംഗ് കുറവായിരിക്കും എന്നൊരു പ്രതികരണം ഒരു സ്ത്രീ നേരത്തെ നമ്മളോട് നടത്തിയിരുന്നു. അതാണ് ഇവരുടെ മാനസികാവസ്ഥ, അതാണ് സാഹചര്യം, അതാണ്. അതുകൊണ്ട് തന്നെ പോളിംഗിൽ വലിയ കുറവ് ഇത്തവണ രേഖപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട്. നിലവിൽ 1:30 ആയിരിക്കുന്ന സമയം. ഈ ഘട്ടത്തിൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് 39% നിലവിൽ മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോളിംഗ് എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഒരു വലിയ പോളിംഗ് ശതമാനത്തിലേക്ക് കൂടുതലൊന്നും തീർച്ചയായും ചൂരൽമലയിൽ നിന്ന് നമുക്ക് മറ്റിടങ്ങളിലേക്കൊന്ന് പോകണം. അലി അക്ബർ ഷായാണ് ചൂരൽമലയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. നമുക്ക്